ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ ഭയങ്കര സങ്കടത്തിലാണ്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ചിലർ അറിഞ്ഞിട്ടുണ്ട്, ചിലർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വേസ്റ്റ് ആവുമോ എന്നുള്ളൊരു പേടിയാണ് മനസ്സിന്. കാരണം ഇന്നലെ മുതൽ അതാണ് ഭയങ്കര ടെൻഷൻ. 1-2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. കാരണം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെയും ഞാനൊരു ഷോക്കായിപ്പോയി. ദൈവം, യൂട്യൂബിലെ ഏറ്റവും വലിയ ഒരു മാറ്റം, ഒരു പോളിസി. കാരണം ആ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്ര നാളും 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് ഹവേഴ്സും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോളിസി വന്നിരിക്കുന്നത്, സബ്സ്ക്രൈബേഴ്സ് കറക്റ്റ് തന്നെയാണ്, 1000 തന്നെയാണ്. പക്ഷേ മണിക്കൂറുകൾ, വാച്ചിങ് ഹവേഴ്സ് അത് ഇരട്ടിയാക്കിയിട്ടുണ്ട്. 8000 വാച്ചിങ് ഹവേഴ്സാണ് ഇനി മുതൽ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകൾക്ക് വേണ്ടത്. അതായത് ഓരോരുത്തർക്കും അറിയാം നമ്മൾ 4000 മണിക്കൂർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എത്തിക്കണമെന്നുള്ളത്. കാരണം അതുപോലും എത്തിക്കാൻ പറ്റാതെ ഒരുപാട് നമ്മൾ വിഷമിച്ചിട്ടാണ് ഈ യൂട്യൂബിലേക്ക് കടന്നു വരുന്നത്. ഒരു പുതിയ ആൾക്കാർ പോലും 4000 മണിക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺ ആവും. പക്ഷേ ഇപ്പോൾ ഈ 4000 മണിക്കൂർ എന്നുള്ളത് നമുക്ക് ഒന്നുമല്ലാതാവാൻ പോവുകയാണ്. കാരണം ആ ഒരു പോളിസി നടപ്പിലാക്കാൻ പോകുന്നത് ഫെബ്രുവരി 1-ാം തീയതി, അടുത്ത വർഷം 2027 ഫെബ്രുവരി 1-ാം തീയതി മുതലാണ് ഈ പോളിസി യൂട്യൂബ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് ഇനി ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ട്. ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ട് നമ്മൾക്ക് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകളെല്ലാം മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അതുവരെ നമുക്ക് ഈ പോളിസി നമ്മളൊന്നും ബാധിക്കില്ല. പക്ഷേ ഫെബ്രുവരി 1-ന് ശേഷം ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു ടാസ്ക് ആയിരിക്കും 8000 മണിക്കൂർ എന്നുള്ളത്. ആ 8000 മണിക്കൂർ ആ സമയത്ത് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കും 4000 മണിക്കൂർ കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഈ 4000 മണിക്കൂറാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഇനി എനിക്ക് അറിയില്ല എങ്ങനെയാണ് പുതിയ യൂട്യൂബേഴ്സുകളൊക്കെ വരുന്ന സമയത്ത് എത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യും. ഇനി ഒരു യൂട്യൂബർ ആവാൻ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒരു വലിയൊരു സംശയം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ എൻ്റെയും ഏകദേശം കുറച്ച് മണിക്കൂറുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 4000 ഹവേഴ്സ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും എനിക്കൊരു ഭൂരിഭാഗം മണിക്കൂറുകൾ കഴിയാനുണ്ട്. അപ്പോൾ എത്രമാത്രം നടപ്പിലാവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മുടെ മുന്നിലുള്ളത് 6 മാസമാണ്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനോടും പറയാനുള്ളത്, അതായത് മോണിറ്റൈസേഷൻ ആവാത്ത ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾക്ക് എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ ഒരു 6 മാസക്കാലം മാത്രമേ ഉള്ളൂ. 6 മാസക്കാലം മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെടുക, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ഈ ഫെബ്രുവരി 1-ന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് പിന്നെ ഒരു തരത്തിലും അത് ബാധിക്കില്ല, ആ പോളിസീസ് ബാധിക്കില്ല. പക്ഷേ നമുക്ക് അത് ഫെബ്രുവരി 1-ന് മുമ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളാകപ്പെട്ടു. ഇനി വീണ്ടും 8000 മണിക്കൂർ, പക്ഷെ അതിന് ഈ 365 ദിവസത്തിന് 4000 മണിക്കൂർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 4000 മണിക്കൂർ എന്നുള്ള അതേപോലെ തന്നെ പോളിസി 8000 മണിക്കൂറാക്കിയിട്ടില്ലേ, അതിലും 365 ദിവസം തന്നെയാണ്. അതിൽ ദിവസത്തിന് വ്യത്യാസമൊന്നുമില്ല. അത് നമുക്ക് 2 വർഷം ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ആ മണിക്കൂറുകൾ മാത്രം കൂട്ടി വർഷം കാര്യങ്ങളെല്ലാം 365 ദിവസം, 1 ഇയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ചിങ് ഹവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു കാര്യം നല്ല ജെന്യുവനായിട്ട് മാത്രം ഉണ്ടാക്കുക. കാരണം അതല്ലാതെ ഈ പൈസ കൊടുത്തിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിന് അൽഗോരിതം എപ്പോഴെങ്കിലും നിങ്ങളുടെ ആ ഒരു സിംറ്റംസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ചെയ്യും. ഉറപ്പായിട്ടും ആ ചാനൽ സസ്പെൻഡ് ചെയ്യും. കാരണം അതിലൊരു മാറ്റില്ല. കാരണം അപ്പോൾ നമ്മൾ ജെന്യുവനായിട്ട് ചെയ്തവരൊക്കെ മണ്ടന്മാരാവില്ലേ. അപ്പോൾ അതെന്തായാലും യൂട്യൂബ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തുള്ള വഴി ഒരാളും നോക്കരുത്. കാരണം അത് ശാശ്വതമല്ല. നിങ്ങൾ പേടിച്ചിരിക്കേണ്ടി വരും. നമ്മുടെ ചാനൽ എപ്പോഴാണ് പോകുക എന്തെങ്കിലും ഒരു ഫാൾട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ കട്ടായി പോകും. അപ്പോൾ ജെന്യുവനായിട്ട് തന്നെ, ആത്മാർത്ഥമായിട്ട് തന്നെ ഓരോ വീഡിയോസും നോക്കുക. നിങ്ങൾ കണ്ടന്റ് അനുസരിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ചെയ്യുക. യൂട്യൂബ് എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് നോക്കാം. നമുക്ക് നമ്മുടെ മുന്നിൽ 6 മാസമുള്ളൂ. അതേപോലെ തന്നെ ഉണ്ട് നമ്മുടെ ഷോർട്സിലും വ്യൂസ് വന്നിരിക്കുന്നത്. ആദ്യം 10 മില്യൺ ആയിരുന്നു, ഇപ്പം അതും മാറ്റി 20 മില്യൺ ആക്കി, 20 മില്യൺ ആക്കിയിട്ടുണ്ട് ആ വ്യൂസും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.
ഞാനും നിങ്ങളും ഒരുപോലെ തന്നെ നമുക്ക് ഓരോ വീഡിയോസ് ദിനം പ്രതി നമുക്ക് നല്ല യൂസ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും വിട്ട് നമുക്ക് 8-6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക്കാണത്. 4000 മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് 8000 മണിക്കൂർ നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർക്കൊന്നും ഒരിക്കലും സാധിച്ചെന്ന് വരില്ല. ഞാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോഴും മണിക്കൂറുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി നമുക്ക് എല്ലാ കമൻറ്റിലും കാണുന്ന പോലെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു അപ്ഡേറ്റും കാര്യങ്ങളായിട്ടുള്ള യൂട്യൂബിൻ്റെ എല്ലാവിധ വീഡിയോസും നമ്മുടെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോസ് വരെ ബൈ.